നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്നത് 1202 മലയാള പുതുവർഷ പുലരിയിൽ രാജയോഗം വരുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ്. ഒരു രാശിയിൽ കൂടുതൽ വർഷം നിൽക്കുന്ന ഗ്രഹങ്ങൾ 4 ഗ്രഹങ്ങളാണ്. 4 ഗ്രഹങ്ങളിലാണ് പ്രധാനപ്പെട്ടതായിട്ടും വരുന്നത്. ആ 4 ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? വേഴം, ശനി, രാഹു, കേതു. ഇതാണ്. ഇതിൽ വേഴഗ്രഹം മാത്രമാണ് ഒരു ശുഭഗ്രഹം. ബാക്കി 3 പേരും പാപഗ്രഹങ്ങളാണ്. ഈ പുതുവർഷ പുലരിയിൽ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ വേഴം കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണത്. അപ്പൊ വേഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ വേഴത്തിന് ഫലദാന ശേഷി കൂടും. അങ്ങനെയാണ്. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ അതിന് ഫലദാന ശേഷി കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ വേഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത്. അപ്പൊ വേഴം ഏത് ഗ്രഹവും ധനകാരകനാണ്. വേഴം സർവേശ്വര ഗ്രഹമാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കും. അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി ആ ജാതകന് വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പോ വേഴം 2026 ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേഴം 2026 ഒക്ടോബർ 31 ചിങ്ങൻ രാശിയിലേക്ക് പോകും. ഇപ്പൊ നേരത്തെ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴമാണ് ഇപ്പൊ കർക്കിടകൻ രാശിയിലേക്ക് വന്നത്. ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിന്ന് വേഴം ഒക്ടോബർ 21 ചിങ്ങൻ രാശിയിലേക്ക് മാറും. അപ്പൊ ചിങ്ങൻ രാശിയിൽ നിന്ന് അവിടെ ഉറച്ചു നിൽക്കുകയില്ല. ജനുവരി 2027 ജനുവരി 25 വീണ്ടും പുറകോട്ട് വരും. അതായത് കർക്കിടകൻ രാശിയിലേക്ക് വേഴം വക്രഗതിയിൽ തിരിച്ചു വരും. ഈ വക്രഗതിയിലാവുമ്പോഴും ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അതുകൂടാതെ വീണ്ടും 2027 ജൂൺ 26 വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും വേഴം ചിങ്ങൻ രാശിയിലേക്ക് നേർഗതിയിലേക്ക് പോകും. അപ്പൊ വേഴം ഇങ്ങനെ രാശി മാറി കളിക്കും. അപ്പൊ അതുകൊണ്ടും അതോടൊപ്പം തന്നെ ശനിക്ക് ഈ വർഷം 2026 രാശിമാറ്റം ഇല്ല. ശനിക്ക് ഇനി 2027 രാശിമാറ്റമുള്ളൂ. രാഹു കേതുക്കള് 2026 ഡിസംബർ 5 രാശി മാറും. അവരുടെ രാശിമാറ്റം ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മലയാള പുതുവർഷത്തിൽ രാജയോഗം വരുന്ന ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് വേഴത്തിന്റെ നിൽപ്പനുസരിച്ച് നോക്കുമ്പോൾ ഈ മലയാള പുതുവർഷത്തിൽ രാജയോഗം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. ഒന്ന് മേടക്കൂറാണ്. ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലാണ്. ഇവർക്ക് വേഴം 4-ാം ഭാവത്തിൽ വരുന്നു. അത് രാജയോഗത്തിന് തുല്യമാണ്. പിന്നെ കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഇവർക്ക് വേഴം ജന്മരാശിയിൽ വരുന്നു. വേഴം ജന്മരാശി എന്ന് പറഞ്ഞാൽ ഉച്ചരാശിയിലാണ് വേഴത്തിന്റെ. അപ്പൊ ഉച്ചരാശിയിലാണ് വേഴം വരുന്നത്. അതിനാൽ ഇവർക്ക് രാജയോഗം വരുന്നു. പിന്നെ ഇനി വരുന്നത് വൃശ്ചികൻ രാശിയാണ്. അപ്പൊ വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ്. വിശാഖംകാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവർക്ക് വേഴം 9 ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഈ വർഷം ഉണ്ടാവുന്നു. ഇതുകൂടാതെ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഇവർക്ക് വേഴം കേന്ദ്രസ്ഥാനത്തിലേക്ക് വരുന്നു. ഇവരുടെ കേന്ദ്രസ്ഥാനത്തിലേക്ക് വേഴം വരുന്നു. അതുവഴി രാജയോഗം വരുന്നു. പിന്നെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഇവർക്ക് വേഴം 10 കേന്ദ്രസ്ഥാനത്ത് വരുന്നു. അതും രാജയോഗത്തിന് തുല്യമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം സൗഭാഗ്യത്തിൻ്റെതാണ്.
അതായത് ഈ മലയാള പുതുവർഷം ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെതാണ്. സർവകാര്യ വിജയങ്ങൾ ഉണ്ടാവും. ധനപരമായ ഉയർച്ച ഇവരെ തേടി വരും. മംഗളകർമ്മങ്ങൾ പലതും ഇവർക്ക് നടക്കാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന ഒരു വർഷമായിരിക്കും. തൊഴിൽപരമായി ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനയും കിട്ടാൻ അവസരങ്ങൾ വരുന്ന വർഷമാണ്. നടക്കാത്ത പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് പലവിധ നേട്ടങ്ങളും ഇവർക്കുണ്ടാവുന്ന ഒരു സമയം. വിവാഹ തടസ്സങ്ങൾ പലർക്കും മാറിക്കിട്ടും. അതായത് വിവാഹ തടസ്സം നടക്കാതിരുന്ന വിവാഹ തടസ്സങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ശത്രുദോഷങ്ങൾ പലർക്കും ഒഴിഞ്ഞു പോകാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പ്രേമകാര്യങ്ങളിൽ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രേമ സംബന്ധമായ കാര്യങ്ങൾ. വിനോദയാത്രക്ക് അനുകൂലമായ സമയമാണ്. വിദേശയാത്രക്കും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രോഗശമനം ഉണ്ടാകുന്ന സമയമാണ്. സഹോദര ബന്ധങ്ങൾ നല്ല വിധത്തിൽ വരുന്ന സമയം. ബന്ധുമിത്രാദികളുടെ സഹകരണം കിട്ടാനിടവരും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ പലതും മാറിക്കിട്ടും. അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ബഹുജന പ്രീതിയും ഉണ്ടാകും. അപ്പോൾ ഈ മലയാള പുതുവർഷം ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം വരുന്ന സമയമാണ്. അപ്പൊ ഇവർക്കുള്ള ഈ രാജയോഗം എങ്ങനെയാണ് വരുന്നതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എൻ്റെ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് എൻ്റെ ലൈവ് പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും എൻ്റെ ശുഭപ്രിയ ജ്യോതിഷ ചാനലിൽ ലൈവ് പ്രോഗ്രാമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് രാത്രി 7 മണിക്കാണ് അത് വരുന്നത്. ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ചാനലിൽ ശിവപ്രിയ ജ്യോതിഷാലയത്തിന്റെ ചാനലിൽ ലൈവ് പരിപാടിയിൽ വരും. നിങ്ങളുടെ നക്ഷത്രപരമായ കാര്യങ്ങളും ജാതകപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.